Hi, this is me, Casac Benjali. Brand build ചെയ്യുന്നതിനെ കുറിച്ച് ഉള്ള വീഡിയോസിന്റെ സീരീസിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ആരാണ് നിങ്ങളുടെ ഓഡിയൻസ്? ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും വിൽക്കാൻ പറ്റില്ല, എല്ലായിടത്തും വിൽക്കാൻ പറ്റില്ല. അതായത് എല്ലാവർക്കും എല്ലാ സാധനവും വിൽക്കുന്ന ഒരാളായിട്ട്, ഒരു ബിസിനസ് മോഡലായിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രാൻഡ് റെക്കഗ്നീഷൻ ഉണ്ടാവില്ല. ഐഫോൺ എടുത്ത് നോക്കൂ, അവർക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഒന്നുമില്ല. അവർക്ക് യുണീക്കായിട്ട് അവരുടേതായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സ്പേസിൽ മാത്രമേ അവർ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിപ്പോൾ അവരുടെ ടാബുകളാണെങ്കിലും ഫോണുകളാണെങ്കിലും ഇയർപോഡുകളാണെങ്കിലും ഇനി അതല്ല അവരുടെ മാക്ബുക്ക് കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ ഡെസ്ക്ടോപ്പുകളാണെങ്കിലൊക്കെ അവരുടേതായിട്ടുള്ള യുണീക്ക്നെസ്സോട് കൂടിയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന വളരെ കുറച്ച് സാധനമാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് അവരുടെ ബ്രാൻഡിൻ്റെ ആ സ്ട്രോങ് റെപ്യൂട്ടേഷൻ്റെ പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും വേണ്ടി എല്ലാ പ്രൊഡക്റ്റും ഇറക്കുന്ന ആളുകളല്ല എന്നുള്ള പ്രഖ്യാപനം. ബെഞ്ചാലി അക്കാഡമി നോക്കിയൊരു ട്രെയിനിങ് അക്കാഡമിയാണ്. പക്ഷേ ഞങ്ങൾ എല്ലാ ട്രെയിനിങ്ങും ചെയ്യുന്നില്ല, എല്ലാവർക്കും വേണ്ട ട്രെയിനിങ്ങുകളും കൊടുക്കുന്നില്ല, എല്ലാവരും വിളിക്കുമ്പോഴേക്കും ചാടി കയറി പോകുന്നില്ല. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഓൺട്രപ്രണർ സൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ബിക്കോസ് ഞങ്ങളുടെ ഓഡിയൻസ് ആരാണ്, അത് എത്ര റവന്യൂ ഉള്ള ആളുകളാണ്, ഏത് ഏജ് ഗ്രൂപ്പുകാരാണ്, ഏത് ലൊക്കാലിറ്റിയുള്ള ആളുകളാണ്, ഏത് ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്, ഏത് കൾച്ചറുള്ള ആളുകളാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്കും അത് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഓഡിയൻസ് ആരാണ്, അതിൻ്റെ ക്ലാരിറ്റി എന്താണ്, അവരുടെ റവന്യൂ എത്രയാണ്, അവരുടെ ആഘോഷങ്ങൾ എത്രയാണെന്നുള്ളതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ യു ബ്രാൻഡ് വിൽ ഗെറ്റ് സ്ട്രോങ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് അത് സഹായിക്കും. സോ ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.